ഹലോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആംസ്റ്റർ ഗെയിം കളിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നത്. ആംസ്റ്റർ കോമ്പറ്റിൻ്റെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. എല്ലാവരും ആംസ്റ്റർ പ്ലേ കളിക്കുന്ന എല്ലാവർക്കും വളരെ മികച്ച രീതിയിലുള്ള ഒരു റീപ്ലേ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഡിയർ സിഒ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരു പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കുമുള്ള സംശയമാണ് എപ്പോഴാണ് ഇതിൽ എയർ ഡ്രോപ്പ് ലഭിക്കുക, അതുപോലെ ആർക്കൊക്കെയാണ് എയർ ഡ്രോപ്പ് ലഭിക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു 3D ബൈക്ക് റൈഡ് ഗെയിം, അതിനെ പറ്റിയുള്ള എല്ലാ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് മലയാളത്തിലേക്ക് തർജിമ ചെയ്ത് നിങ്ങൾക്കത് വിവരിച്ചു തരാം. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ടാണ് ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബിൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലത്തെ എന്തെങ്കിലും ഫീല് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് അറിയിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഗെയ്സ്, ഈ ഒരു അപ്ഡേഷന് വളരെ പ്രധാനപ്പെട്ടതും വളരെ ഗുഡ് ന്യൂസായിട്ടും നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്ഡേഷൻ തന്നെയാണ്. എയർ ഡ്രോപ്പിന് നമുക്കറിയാം, എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ക്ഷമയുടെ അവസാന പലക വരെ എത്തി എന്ന് തന്നെ പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ അവസാനം വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് മലയാളത്തിലേക്കൊന്ന് മാറ്റിയിട്ട് എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്ന് നമുക്ക് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അത് നമുക്കൊന്ന് വിവരിക്കാം. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഗോ, നമുക്ക് നേരെ അതിലേക്ക് പോകാം. അപ്പോൾ ഞാനത് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ഗൂഗിളിൽ ട്രാൻസ്ലേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇനി മലയാളത്തേക്ക് നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ കുറച്ച് താഴോട്ട് പോയിട്ട് എന്താണ് അവർ പറഞ്ഞത് എന്നതിൻ്റെ മലയാളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിയ സിഒ, അതായത് പ്രിയ സിഒമാരെ, കളിക്കുന്നവരെ, പുതിയ കളിസ്ഥലം വിഭാഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരാളം അഭിപ്രായങ്ങളും എന്താ പറയുക പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ പുതിയ കളിസ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു വീഡിയോ, ഒരു ഗെയിം ഇപ്പോൾ ന്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഗെയിമിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ, അതിനെ എന്താ പറയുക, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ധാരാളം മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വിഷയത്തെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ പരിഹരിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നതാണ്, ആദ്യം വിവിധ പ്രവർത്തനങ്ങൾ പങ്കാളിത്തം വരാനിരിക്കുന്ന എയർ ഡ്രോപ്പിൽ ലഭിച്ച ടോക്കൺ അളവിനെ ബാധിക്കും. വിതരണത്തിലെ വസ്തുതയല്ല, എല്ലാ കളിക്കാർക്കും ബോട്ടുകളല്ല ടോണുകൾ ലഭിക്കും. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എയർ ഡ്രോപ്പ് ലഭിക്കും. ഈ ഗെയിം കളിക്കാത്തവർക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുകയില്ല, അങ്ങനെയൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഗെയിമിൻ്റെ ഒരു വിഭാഗം കളിക്കും നിർബന്ധമല്ലെന്ന്. കാരണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഗെയിം കളിക്കുന്നത് നിർബന്ധം ആയിട്ടൊന്നും ഇത് ആംസ്റ്റാർ എടുത്തിട്ടില്ല. മനസ്സിലായോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗെയിമിൻ്റെ തത്വശാസ്ത്രം ഒരു പ്രവർത്തനത്തിനും പങ്കാളിത്തം നിർബന്ധമാക്കുന്നില്ല. കളിസ്ഥലം പോലെയുള്ള പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം യാഥാർത്ഥ്യ കളിക്കാർക്കും പുതിയ കളിക്കാർക്കും വ്യത്യസ്ത ഗെയിമിന് ശൈലികളുള്ള കളിക്കാർക്കും ടോക്കണുകളുടെ വീതം നേടാനുള്ള അവസരങ്ങളാണ് ലഭിക്കുക. അതായത് ഓരോ ടോക്കണുകൾ ലഭിക്കുകയാണ് ഇത് മുഖേന നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ നമുക്ക് എയർ ഡ്രോപ്പിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിർബന്ധിത വിഭാഗം നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ ടോൺ വാലറ്റ് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ടോൺ വാലറ്റ് അല്ലെങ്കിൽ ആംസ്റ്റർ കോമ്പറ്റ് ടോൺ കീപ്പർ വാലറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ആ ഒരു പ്രക്രിയ നിങ്ങൾ ഇവിടെ ചെയ്യണം എന്നാണ് ആംസ്റ്റർ കോമ്പറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേക അറിയിപ്പ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നാണ്. ആദ്യം പറഞ്ഞ വസ്തുത തന്നെ നിലനിൽക്കും എന്നാണ് ഈ ഒരു മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഗൈസ്,
ഇവിടെ നമുക്ക് പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഭാഗത്തേക്ക് എയർ ഡ്രോപ്പ് അത് സാധ്യമാക്കാൻ ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ നമ്മളിതെല്ലാവരും ആഗ്രഹിച്ച ആ ഒരു എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് അവർ എന്താ പറയുക സജീവമായിട്ട് തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അത് എയർ ഡ്രോപ്പ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ അവർ തയ്യാറാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഇടിവ് കാരണമാണ്, ക്രിപ്റ്റോ കറൻസിയിലുള്ള ഇടിവ് കാരണമാണ് കുറച്ച് വൈകുന്നത് ഗൈസ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. വ്യവസായത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിൽ ഒന്നാണ് ഹാംസ്റ്റർ കോംബറ്റ്. അതായത് ഇപ്പോൾ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളിൽ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റായിട്ടാണ് ഹാംസ്റ്റർ കോംബറ്റിനെ എടുത്തിട്ടുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ എയർ ഡ്രോപ്പും പ്രത്യേകം ശ്രദ്ധിക്കണം ഗൈസ്, ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ എയർ ഡ്രോപ്പായി മാറാൻ കഴിയും എന്നാണ് ഈ ഒരു മെസ്സേജിലൂടെ നമുക്ക് പറയുന്നത്. ഇത് വളരെ സങ്കീർണമായ ഒരു സാങ്കേതിക ചുമതലയാണെന്ന് ഓർക്കുക, ഓരോ ഗെയിമറും ഓർക്കേണ്ടതാണ് ഗൈസ്. അപ്പോൾ വളരെ രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് ഇതിൽ നമുക്ക് ഉള്ളത്. അപ്പോൾ ഗൈസ് ഇതിൽ എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളുടെ എയർ ഡ്രോപ്പിനുള്ള ഏറ്റവും കാര്യക്ഷമമായ സാങ്കേതിക പരിഹാരം വികസിപ്പിക്കുന്നത് ഞങ്ങൾ ടോൺ ബ്ലോക്ക് ചെയിൻ ടീമുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. മനസ്സിലായോ? ടോൺ ബ്ലോക്ക് ചെയിൻ ടീമുമായിട്ട് ഇവർ എന്താണ് നിരന്തരം ഇവർ ചർച്ചകളും പരിഹാരങ്ങളും അതുപോലെ തന്നെ സംഗമങ്ങളും എന്താ പറയുക ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എയർ ഡ്രോപ്പിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല, തുടർന്നും ഇതുപോലത്തെ ഗെയിമുകൾ വരും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കളിക്കുക. പക്ഷെ അത് കളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ ഒരു ടോക്കണുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ബോക്സുകളിൽ ചെറിയ ചെറിയ ഡോളർ എമൗണ്ടുകൾ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ്റ്ററി കീ നിങ്ങൾക്ക് ആവശ്യമാണ്. ഓരോ ബോക്സിലും ഗെയ്സ് അടിപൊളിയായിട്ടുള്ള സമ്മാനങ്ങളാണ് നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ കൂടെ നൽകാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗെയിം കളിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിമും കളിക്കാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഡിജിറ്റൽ വീഡിയോ ജോബിൻ്റെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു അപ്ഡേഷനുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.